എല്ലാവർക്കും നമസ്കാരം. 27 നക്ഷത്ര ജാതകരായിട്ടുള്ള അതിൽ നിന്നും ഭരണി നക്ഷത്രത്തിൻ്റെ 2026 വിഷുഫലം ആണ് ഇന്ന് പറയാൻ പോകുന്നത്. ഭരണി നക്ഷത്രക്കാർക്ക് ഈ വർഷം ഒരു ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ് ഉള്ളത്. എന്നാൽ ചില കാര്യങ്ങളിൽ ചെറിയ സങ്കടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. 30 വയസ്സ് കഴിഞ്ഞവർക്ക് ഉയർച്ചയ്ക്കുള്ള ഒരു കാലമാണ് 2026 വിഷുവർഷം. വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കാനുള്ള ഒരു കാലമാണ് 2026 വിഷുവർഷം. പ്രണയത്തെ സംബന്ധിച്ച് ഒരു തകർച്ച അനുഭവപ്പെടുന്ന ഒരു കാലമാണ് 2026 ഭരണിക്ക്. ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കുന്ന ഒരു കാലമായിരിക്കും ഈ 2026. പ്രത്യേകിച്ച് ഗവൺമെൻറ് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് ഏറ്റവും കൂടുതലായിട്ടും ജോലി ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ 2026. സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും തന്നെ സാമ്പത്തിക നേട്ടം അനുഭവിക്കുന്ന ഒരു കാലമാണ് ഈ 2026 ഭരണി നക്ഷത്രക്കാർക്ക്. വിദ്യാർത്ഥികളായ ഭരണി നക്ഷത്രക്കാർക്ക് മത്സര പരീക്ഷകളിൽ വിജയം നേടുവാനുള്ള ഒരു അവസരമുള്ള സമയമാണ്. വളരെയധികം നല്ല സമയമാണ് വിദ്യാർത്ഥികൾക്ക്. അതുപോലെ തന്നെ നല്ല അധ്യാപകരെയും നല്ല സുഹൃത്തുക്കളെയും ഈ വിഷുവർഷത്തിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്. ഭരണി നക്ഷത്ര ജാതകരായിട്ടുള്ള സ്ത്രീജനങ്ങൾക്ക് കുടുംബപരമായി വളരെ ക്ലേശം അനുഭവിക്കപ്പെടുന്ന ഒരു കാലയളവാണ് ഈ 2026 വിഷുവർഷം. കുടുംബത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭർത്താക്കന്മാരിൽ നിന്നോ അല്ലെങ്കിൽ അച്ഛന് തുല്യമായ ആളുകളിൽ നിന്നോ ആണ് കൂടുതലായും വിഷമം അനുഭവിക്കേണ്ടി വരിക. എന്നാൽ ഭരണി നക്ഷത്രത്തിലുള്ള പുരുഷന്മാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിട്ടുമാറി നിന്ന കുടുംബാംഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുള്ള ഒരു കാലമാണ് ഈ 2026 വിഷുവർഷം. പ്രൈവറ്റ് ജോലി ചെയ്യുന്നവർക്കും ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർക്കും പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾ കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു വർഷമാണ്. മേലുദ്യോഗസ്ഥരുടെ പ്രശംസ പിടിച്ചുപറ്റാൻ കഴിയുന്ന ഒരു കാലയളവാണ് ഈ 2026. കലാകാരന്മാരായിട്ടുള്ള ഭരണി നക്ഷത്രക്കാർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുവാനും പുരസ്കാരങ്ങൾ വരെ നേടുവാൻ കഴിയുന്ന ഒരു വർഷമാണ് 2026. പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ ആലോചിക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് അത്ര നല്ല ഒരു വർഷമല്ല ഈ 2026 വിഷുവർഷം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ പുരുഷ ജാതകർക്കായാലും സ്ത്രീ ജാതകർക്കായാലും ഗ്യാസ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാനും അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവാനുമുള്ള സാധ്യതയുള്ള ഒരു കാലയളവാണ് ഇത്. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു കാലയളവാണ് ഈ 2026 വിഷുവർഷം. ദോഷപരിഹാരാർത്ഥം ഭരണി നക്ഷത്രക്കാർ ചെയ്യേണ്ടത് ശിവഭഗവാന് ധാര എന്ന് പറയുമ്പോൾ പാലുകൊണ്ടുള്ള ധാര, അതായത് ക്ഷീരധാരയാണ് നടത്തേണ്ടത്. ക്ഷീരധാര നടത്തുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ക്ഷീരധാര നടത്തേണ്ടത് തിങ്കളാഴ്ച ദിവസമോ അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസമോ ആണ്. രണ്ടാമത് മഹാവിഷ്ണു ഭഗവാന് തുളസിഹാരം, അത് സ്വന്തം കൈകൊണ്ട് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കൊടുത്താലും കുഴപ്പമില്ല. അത് 2 വ്യാഴാഴ്ച മുടങ്ങാതെ ചെയ്യണം. അടുത്തതായി ബാലസുബ്രഹ്മണ്യ സ്വാമിക്ക് ഭസ്മ അഭിഷേകം നടത്തുക. അത് 2 ചൊവ്വാഴ്ച തോറും ചെയ്യുക. 12 വെറ്റിലയും 12 നാരങ്ങയും ചേർത്തിട്ടുള്ള മാല ഭഗവാന് ചാർത്തുകയും ചെയ്യുന്നത് അത്യുത്തമമാണ്. ഭദ്രകാളി ദേവിക്ക് രക്തപുഷ്പാർച്ചന നടത്തുന്നതും അത്യുത്തമമാണ്. ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ നടത്തുന്നത് ആണ് നല്ലത്. ഈ ദോഷപരിഹാരങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഭരണി നക്ഷത്രക്കാരുടെ ദോഷം ആയിട്ടുള്ള കാലയളവ് നമുക്ക് അനുകൂലമായി മാറ്റാൻ സാധിക്കും.